പതിവ് പോലെ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം വിനീഷ് കുഞ്ഞിരാമൻ, ഒപ്പം അനൂപ് ഷൺമുഖൻ, ജയേഷ് പുക്കുട്ടർ എന്നിവരൊക്കെ ചേരുകയാണ്. വന്നോളൂ. ഈ സ്വാഗതം ഞാനാണ് പറയേണ്ടത്. ഗുഡ് ഈവനിങ്. ശരി, അപ്പോൾ ലൂസേഴ്സ് ഫൈനൽ നടക്കാൻ പോവുകയാണ്. ഇനി ഈ ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. നമുക്ക് ആദ്യം ലൂസേഴ്സ് ഫൈനലിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ? ഉറപ്പായി. കാരണം ഒരു ആർക്കും താല്പര്യമില്ലാത്ത ഒരു മത്സരമായി എപ്പോഴും മാറാറുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ ലൂസേഴ്സ് ഫൈനൽ എന്ന് പറയുന്നത്. ഫൈനൽ കഴിഞ്ഞിട്ടാണെങ്കിൽ അതെ, തോറ്റവരുടെ ഫൈനലാണ്. ആ പ്രയോഗം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ എന്തിനാണ് ലൂസേഴ്സ് അല്ലല്ലോ അവർ, ഒരിക്കലും ലൂസേഴ്സ് ആവുന്നില്ലല്ലോ. ലൂസേഴ്സ് എന്ന് പറയുമ്പോൾ അത് പക്ഷേ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തേർഡ് പ്രൈസ് അല്ലെങ്കിൽ ഫോർത്ത് പ്രൈസ് മാച്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഫിഫ പോലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും അതായത് സെമി ഫൈനലിലെത്താനുള്ള പോരാട്ടത്തിൽ തോറ്റുപോയവരാണല്ലോ അവർ. മൂന്നാം സ്ഥാനക്കാരെ സംയുക്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചാൽ പോരെ, ഈ ഒരു മത്സരം തന്നെ ഒഴിവാക്കണമെന്നാണ്. കാരണം അത് പല രീതിയിൽ അതിൻ്റെ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ഇന്നത്തെ മത്സരത്തിൽ ഇവരിൽ ആരെങ്കിലും എംബാപ്പയോ ബെല്ലിങ്ങാമോ കെയ്നോ ഒക്കെ ഗോൾ അടിക്കുകയാണെങ്കിൽ ഈ ഫൈനലിലേക്ക് കളിക്കാൻ പോകുന്ന ലയണൽ മെസ്സിയുടെ സ്ഥാനം ഗോൾഡൻ ബൂട്ടിനും ബോളിനും ഒക്കെയുള്ള സാധ്യതകൾ അവസാനിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരം ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അപ്രസക്തമാകേണ്ടതാണ്. കാരണം ഇവർ സമ്മർദ്ദമില്ലാതെയാണ് കളിക്കുക. ഒരു പക്ഷേ രണ്ടാം നിര ടീമിനെയൊക്കെ ഇറക്കും. അപ്പോൾ ഗോൾ അടിക്കാനും അടിപ്പിക്കാനും ഒക്കെ അവസരം കൂടുകയാണ്. അപ്പോൾ ഈ കണക്കുകളിലേക്ക് വരുമ്പോൾ ഗോളുകളുടെ എണ്ണവും അസിസ്റ്റുകളുടെ എണ്ണവും ഒക്കെ കൂടും. അങ്ങനെ വരുമ്പോൾ ലയണൽ മെസ്സിക്ക് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ്? നമുക്കതൊന്നും 4 പേര്. ആ 4 പേരെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ കിലിയൻ എംബാപ്പെ ഉണ്ട്, അതുപോലെ തന്നെ ഒലീസയുണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്, ജൂഡ് ബെല്ലിങ്ങാം ഉണ്ട്. ഈ 4 താരങ്ങൾ. ഇപ്പോൾ എംബാപ്പയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എംബാപ്പെ ഈ ടൂർണമെന്റിൽ ഇതിനോടകം 8 ഗോൾ അടിച്ചു കഴിഞ്ഞു, 3 അസിസ്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒലീസിയാണെങ്കിൽ 5 അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. അവിടെ പറയേണ്ട മറ്റൊരു പേര് ഒസ്മാൻ ഡെംബലെയാണ്. ഡെംബലെ എന്ന് പറയുമ്പോൾ ഈ ലോകകപ്പിൽ ഏറ്റവും വേഗമേറിയ ഹാട്രിക്കിന് ഉടമയാണ്. ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹം ഹാട്രിക് നേടുന്നത് ഏതാണ്ട് ഒലക്സ് അലങ്കോയ്ക്ക് ശേഷം 94 ഒലക്സ് അലങ്കോയ്ക്ക് ശേഷം ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക് അടിച്ചൊരു താരമാണ് ഡെംബലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. താരങ്ങൾ ഇതാ ഇപ്പോഴാണ് നിരന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 4 താരങ്ങളും നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒസ്മാൻ ഡെംബലയുടെ കാര്യം കൂടി നമുക്ക് ആ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ ബെല്ലിങ്ങാമും അതുപോലെ തന്നെ ഹാരി കെയ്നും 2 താരങ്ങളും ഇതിനോടകം 6 ഗോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ അസിസ്റ്റും നൽകിയിട്ടുണ്ട്. ബെല്ലിങ്ങാം ഒലീസെ ഏകദേശം ഒരേ പൊസിഷനിൽ കളിക്കുന്നു. എംബാപ്പെ ഹാരി കെയ്ൻ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ. അതിന്റെ ഒരു രസകരമായ കാര്യം 6-6 എന്ന് പറഞ്ഞല്ലോ. അവർ രണ്ടുപേരുമാണ് ആകെ ഇംഗ്ലണ്ട് അടിച്ചിട്ടുള്ളത് 13 ഗോളുകൾ. അതിൽ ആന്റണി ഗോർഡൻ മാത്രമാണ് അതല്ലാതെ ഒരു ഗോൾ വന്നിട്ടുള്ളത് അർജന്റീനക്കെതിരെ ഒരു മത്സരത്തിൽ ഒരേ ഒരു ഗോൾ. വേറെ ആരും ഗോൾ അടിക്കാനില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലണ്ട് ഗംഭീര ടീമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവസാനത്തേക്ക് വരുമ്പോൾ കണക്കുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ്. അതിൽ ബുക്കായോ സാക്കയെ സെമിയിൽ ഇറക്കിയിട്ടില്ല. റഷ്ഫോർഡ് ഇറങ്ങുന്നത് 94 മിനിറ്റിലാണ്. അത്തരത്തിലുള്ള ടാക്ടിക്കൽ നമ്മൾ മത്സരം തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞിരുന്നത് സാക്കയൊക്കെ ഫസ്റ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി. വിങ്ങുകളിൽ കൂടെ വളരെ വേഗത്തിൽ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സിമിയോണി ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയത്. അല്ല, നിങ്ങൾ അതിന്റെ തർക്ക വിഷയം എന്ന് വെച്ചാൽ ഇവരെ ഗോളടിക്കാനല്ലേ ആ ടീമിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അവരുടെ ചുമതലയല്ലേ അത് ഗോളടിക്കാന്നുള്ളത്. അതെ, അപ്പോൾ അവർ ഗോളടിക്കും. പക്ഷെ അവർ ഗോളടിച്ചില്ല, പോയതാണ് പ്രശ്നമായത്. അതായത് ഹാരി കെയ്ന് 24 ടച്ചാണ് സെമിയിൽ ഉണ്ടായിരുന്നത്. ഫൈനൽ തേർഡിൽ ബോക്സിനകത്ത് ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നില്ല. ബെല്ലിങ്ങാമിനും സെയിം 40 ടച്ച് ഉണ്ടായിരുന്നു, ബോക്സിനകത്ത് ഒറ്റ ടച്ചും ഇല്ല. അതെ അതെ, മറന്നുപോയതല്ല, പൂട്ടി എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്ക് ഈ 4 പേരുടെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു പോകേണ്ടത് ഇന്നത്തെ ലൂസേഴ്സ് ഫൈനൽ കാണുമ്പോൾ എന്നുള്ളതാണ്. ആരാകും വിശ്വജേതാക്കളാവുക എന്നതാണ് $1 ബില്യൺ ക്വസ്റ്റ്യൻ. അതെ, അതായത് അർജന്റീനയാണോ അല്ലെങ്കിൽ സ്പെയിനാണോ? കാളപ്പൂരിന്റെ നാട്ടുകാർ വരുമോ അല്ലെങ്കിൽ ആൽബി സെലസ്റ്റർ ആകുമോ? കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ നാളെ രാത്രി ആകുമ്പോഴേക്കും ഫൈനൽ. 24 മണിക്കൂറും ചില്ലറയും. കാളക്കൂറ്റിന് മുമ്പിലുള്ളത് ഒരു ആടാണ്. ആട് ജയിക്കുമോ കാളപ്പൂര് ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം.